ഇടുക്കിയിൽ ഡ്രൈഡേയിൽ അനധികൃതമായി മദ്യം വിറ്റ കേസിൽ CPMന്റെ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ പിടിയിലായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ പ്രവീൺ കുര്യാക്കോസ്, അതിനൊപ്പം തന്നെ രാജകുമാരി B ഡിവിഷൻ ബ്രാഞ്ച് സെക്രട്ടറി നരീനക്കാട്ട് വിജയൻ എന്നിവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതാണ് രാഹുൽ വിജയൻ അറിയിക്കുന്നത്. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഹുൽ, ഇന്ന് ഈ അനധികൃത മദ്യവില്പന നടത്തുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളത്തൂവലിലും വെള്ളത്തൂവൽ ഓടക്ക സിറ്റിയിലും അതുപോലെ തന്നെ രാജകുമാരിയിലും എക്സൈസിന്റെ പ്രത്യേക പരിശോധന നടത്തിയത്. ഇതിലാണിപ്പോൾ രണ്ട് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പ്രവീൺ കുര്യാക്കോസ്, അതുപോലെ തന്നെ രാജകുമാരി B ഡിവിഷൻ ബ്രാഞ്ച് സെക്രട്ടറി നരിയാനിക്കാട്ട് വിജയൻ എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 9 ലിറ്റർ വിദേശ മദ്യവും അതുപോലെ തന്നെ ഈ വിജയന്റെ കയ്യിൽ നിന്ന് 11 ലിറ്റർ വിദേശ മദ്യവുമാണ് പിടികൂടിയത്. ഇത് ആളുകൾക്ക് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രവീൺ ഓട്ടോറിക്ഷയിലാണ് ഈ മദ്യവില്പന നടത്തിയിരുന്നത്. ഇയാളുടെ ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പ്രവീണിനെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രവീണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും CPM വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജയന്റെ വിഷയത്തിൽ ഇതുവരെ നടപടി ഉണ്ടായതായി അറിവില്ല. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.